ശ്രീബുദ്ധൻ ഉത്തമ സ്ത്രീക്ക് 8 ലക്ഷണങ്ങൾ കൽപ്പിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത് കേട്ട് കഴിയുമ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇത് ബാധകമാണ് എന്ന് തോന്നും. ഒന്നാമത്തേത്, വശീകരണത്തിൽ വീഴാത്തവൾ. പല ഭാഗങ്ങളിൽ നിന്നും അവളെ വശീകരിക്കുവാനായി പലരും എത്തും. പക്ഷേ അതിലൊന്നും വീഴാതെ പിടിച്ചു നിൽക്കാൻ മനക്കെട്ടിയുള്ളവളാണ്. രണ്ടാമത്തേത്, എല്ലാ ജീവികളെയും, മൃഗങ്ങളോ പക്ഷികളോ എന്തുമാകട്ടെ, മനുഷ്യർ മാത്രമല്ല, അവരെയൊക്കെ സ്വന്തം മക്കളെപ്പോലെ കാണുവാനുള്ള അമ്മ മനസ്സ്, അതുള്ളവൾ ഉത്തമ സ്ത്രീയാണെന്ന് ശ്രീബുദ്ധൻ പറയുന്നു. മൂന്നാമത്തേത്, സഹാനുഭൂതി ഉണ്ടാകുക. മാതൃഗുണം തന്നെയാണ് അത്. നമ്മുടെ ചുറ്റുമുള്ള മറ്റു ജീവികളോട് സഹാനുഭൂതി ഉണ്ടാകുന്നവളാണ് അവൾ. 4, വൃഥ സംസാരിക്കാതിരിക്കുന്നവൾ. വെറുതെ അതും ഇതുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരുടെ മനഃശാന്തി നശിപ്പിക്കാത്തവളായിരിക്കണം അവൾ. 5, സത്യം മാത്രം സംസാരിക്കുന്നവൾ. അനേകം നുണകളിലൂടെ മറ്റുള്ളവരുടെ മനസമാധാനം കെടുത്താത്തവളായിരിക്കണം ആ സ്ത്രീ. 6, തെറ്റായ ചില കാഴ്ചപ്പാടുകൾ വച്ചു പുലർത്താത്തവൾ. അന്ധവിശ്വാസം പോലെയുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്, അതൊക്കെ മനസ്സിൽ നിന്നും ഉപേക്ഷിച്ചവളാകണം അവൾ. 7, ഉത്തമ സ്ത്രീ ബുദ്ധിശക്തി ഉള്ളവളുമാകും. അവൾക്ക് കാര്യങ്ങളെ യുക്തിബോധത്തോടുകൂടി കണ്ടുപിടിക്കാനും വിശകലനം ചെയ്യുവാനും കഴിവുണ്ടാകും. 8, ഭാവിയുടെ വാഗ്ദാനങ്ങളായ നല്ല മക്കളെ വളർത്തിക്കൊണ്ടുവരുവാൻ കഴിവുള്ളവൾ. പ്രസവിക്കുക മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ നല്ലത് പറഞ്ഞുകൊടുത്ത് നല്ല രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ കഴിവുള്ളവൾ. ഇങ്ങനെ ഉത്തമയായ സ്ത്രീയുടെ 8 ലക്ഷണങ്ങളാണ് ബുദ്ധൻ പറഞ്ഞു തരുന്നത്. ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഓരോ വ്യക്തിക്കും ഈ ഗുണങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ ഗുണങ്ങളെല്ലാം ഇല്ലെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ഗുണങ്ങളുള്ളവർ നിങ്ങളുടെ ചുറ്റിനും കാണും. അവരെ നമുക്ക് ചേർത്ത് നിർത്താം.